ഹലോ അസ്സലാമു അലൈക്കും ഗൈസ്. അപ്പോൾ ഇന്ന് എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ്. നമ്മളിവിടെ തറവാട് പൊളിക്കാൻ വേണ്ടി പോവുകയാണ് അല്ലേ? അതൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തേ പൂച്ച എന്താ വൃത്തിയായില്ലേ അല്ലേ ഗൈസ്? അപ്പോൾ തറവാട് പൊളിക്കാൻ വേണ്ടി പോകണം. പൊളിക്കുന്ന ആളിപ്പോൾ എത്തും. പൊളിക്കാനുള്ള കാരണങ്ങളൊക്കെ ഞാനിതിൽ വ്യക്തമാക്കി തരാം കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മളെ ന്യൂർബായി വരുന്നുണ്ട് കോണിയൊക്കെ പിടിച്ചിട്ട്. ഉമ്മ ഇവിടുത്തെ ചുറ്റിയൊക്കെ എവിടെ? ഏതുമ്മേ ചുറ്റികകൾ വേണം. ബൈ ഉള്ളിക്ക് വെച്ചോ. ഒരു തലക്കന്ന് മുതലാണ് പൊളി തുടങ്ങിക്കോട്ടോ. ഒരു തലക്കന്ന് മുതൽ പൊളിയാക്ക. ഉമ്മാക്ക് അനങ്ങിയ ഇങ്ങോട്ട് വരികയാണ് കഴിച്ച്. ഇത് താഴത്താ മുകളിലാ? ആ അനങ്ങിയ ബയ്യേ ഉമ്മ അനങ്ങിയ ഈ ഗറിലാണ്. അവിടെ നല്ല ഗറിലുണ്ടായിട്ട് അവിടെ നിക്കണില്ല. അപ്പൊ പിന്നെ ഇത് പൊളിക്കാം. അപ്പൊ സീനും കുട്ടിയൊന്നും വന്നിട്ടില്ല. ഇത് പൊളിച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി വന്നിക്കണം കേട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ ഓൾക്ക് അല്ലെങ്കിലേ ജലദോഷമാണ് കുട്ടിക്ക്. എനിക്കും നല്ല പനി ജലദോഷമാണ്. അപ്പം എന്താക്കി ഈ പൊടിയിൽ ഓളെ കൊണ്ടുവരണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ പൊടി കഴിഞ്ഞിട്ട് ഞാൻ ഓലെ കൊണ്ടുവരും കൈസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പൊടിയൊക്കെ ആവും. അങ്ങനെ ചുറ്റി കിടക്കും. ചുറ്റിക്ക് സാധനങ്ങളൊക്കെ അടിക്കും. ഇവിടെ സെല്ലോ ടാപ്പില്ലല്ലോ, ഇൻസുലേഷൻ ടാപ്പ്. കട്ടിംഗ് പ്ലെയറോ? ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. ആ ബാഗ് ഇങ്ങോട്ട് കൊണ്ടുപോവാ. പൊളിക്കാനുള്ളതോ? അയ്യേ എക്സ്ട്രാ ബ്ലേഡ് മതിയോ? ആ കട്ട് ചെയ്താ പോരാ. അത് കട്ട് ചെയ്യാന്. അത് ഇരുമ്പിനേ, അലുമിനിയം ഷീറ്റ്. എക്സ്ട്രാ ബ്ലേഡിൽ കട്ട് ചെയ്താൽ മതി. നമുക്ക് 1 മിനിറ്റ് കയറാൻ പറ്റേ? അത് വെളുക്കും. ഈ ചുറ്റിക്കെല്ലാം ഒരു കനം കൂടിയ ചുറ്റി കണ്ടാന്നീലേ? വാപ്പാന്റെ ടൂൾസ് ബാഗാണ്. കയ്യിലുമ്പോ നോക്കി താഴത്തേക്ക് മെല്ലെ കൊട്ടത്. വേറെ ഒരു വലിയ പിടിയില്ലാത്ത ചുറ്റി കണ്ടാണ്. ഇതെന്താന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഈ കല്യാണ കത്തൊക്കെ നമ്മൾ എവിടുന്ന മടക്കി ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? എവിടുന്ന്? അതിന് ഒരു കൊല്ലം മാർച്ച് 1 ആവുമ്പോ ഒരു കൊല്ലായി. ഒരു കൊല്ലായിട്ടും ചക്കന്റെ ബാക്കി കല്യാണ കത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. ആരെ കല്യാണോ? ഞാൻ ഇനി വേറെയും കെട്ടുണ്ടോ? നടന്ന് കെട്ടിയ എവിടെ ഇരിക്കുന്നു? എവിടെ എന്റെ ചക്കൊക്കെ ഇരിക്കണ്ടോ പുതിയത്? അതിൻ്റെയൊക്കെ അവസ്ഥ ആയിക്കണോക്ക്. നമ്മളെ വീട്ടില് താമസം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം നശിച്ചു കൂട്ടോ. ഇതൊക്കെ ഒന്നും ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഉപയോഗം ഇല്ലാത്തതുകൊണ്ട് എല്ലാം നശിച്ചു. ഇതെല്ലാം വാപ്പാന്റെ ചായ കൊടുത്തു വീട്ടില്. അവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിങ്ങനെ. അപ്പൊ പോരി അങ്ങനെ കൈസ് വര ആറ്റും നോറ്റുണ്ടാക്കിയതല്ല നമ്മൾ പൊളിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ വെഡ്ഡിങ്ങിന് എൻ്റെ മണിയറ റൂമായിരുന്നു കൈസ് ഇത്. അപ്പോൾ ഇത് നമ്മൾ നല്ലൊരു റൂം ടൂറൊക്കെ ആക്കി സെറ്റ് ചെയ്തന്ന് ചെയ്തതാണ്. ഇത് പൊളിക്കാൻ 2-3 കാരണങ്ങളുണ്ട്. ഒന്നുമില്ല. അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെ കണ്ടായിരുന്നു. അതായത് പാമ്പ് ഇതിനെ ഇങ്ങനെ പാസ് ചെയ്യുന്നത് കണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഫുള്ള് എലി കിടക്കുന്ന കാരണം നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതൊക്കെ എലി തുരന്നതാണ് കേട്ടോ. ഇത് എലി തുരന്നതാണ്. ഇത് എലി തുരന്നിട്ട് പോയതാണ്. പിന്നെ ഈ വയറൊക്കെ ഇങ്ങനെ കിടക്കുന്ന എലി കടിച്ചിടുന്നു. ഇനി ഇത് പൊളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസ ഇറക്കിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഓടിട്ട വീട്ടിൽ ഒരിക്കലും ഇതുപോലെ ജിപ്സം ബോർഡ് ചെയ്യരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കന്ന് പറഞ്ഞുതരാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളതിൻ്റെ വൃത്തി മാത്രമേ നോക്കിയുള്ളൂ. ഓക്കെ, കാരണം ഇതിൽ
എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാമ്പ് കയറി കൂടിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മളവിടെ അല്ലാന്നുണ്ടെങ്കിലും ഉമ്മ ഒറ്റക്കാവുമ്പോഴേക്ക് ചിലപ്പോൾ ഓരോ കാര്യത്തിന് വരിക. അപ്പം നമ്മളെ ഈ കോണി എടുക്കാൻ പോയ വീട്ടിലടക്കം അല്ലേ അമ്മ? കോണി എടുക്കാൻ പോയ വീട്ടിലടക്കം പാമ്പ്, അതായത് ഈ എലി ഉള്ളോടത്ത് വിറ്റ ഓടി കയറും. ഇപ്പം ഒരു വട്ടം നമ്മൾ പെരയുടെ മുകളിൽ നിന്ന് പാമ്പിനെ പിടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ പാമ്പിനെ പിടിച്ചതാണ്. അപ്പോൾ എന്താക്കി, ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ താമസമൊന്നുമില്ലല്ലോ. പിന്നെ ഇവിടെ കറണ്ട് എലി ഇതുപോലത്തെ വയറ് കരണ്ടിട്ട് വയറിൽ നിന്ന് കറണ്ട് നല്ലോണം ഷോർട്ടായിട്ട്, ഇത് നമ്മൾ ഓൾറെഡി ഇങ്ങനത്തെ കമ്പി ചെയ്തുകൊണ്ട് ഈ കമ്പിയിലൂടെ എല്ലാം കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മൾ അവിടെ പിടിച്ചാൽ പോലും നമുക്ക് കറണ്ട് ഷോക്ക് അടിച്ചായിരുന്നു. എന്ത്? ഓ ഓക്കെ ബൈ, ഞാൻ തുടങ്ങിക്കോ. അങ്ങനെ കട്ട് ചെയ്യാണ്. എക്സോ ബ്ലേഡ് വേണോ എന്ത് വേണോ? ആ ഊപ്പറിൽ വെച്ച് കട്ട് ചെയ്തു, ഊപ്പറിൽ വെച്ച്, അല്ലെങ്കിൽ പിന്നെ 2 കട്ട് ചെയ്യേണ്ടി വരും. ഗൈസ്, അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിൽ നമ്മളുടെ. പിടിച്ചോട്ടോ, കോണി പിടിച്ചോ, ഞാൻ പോയാൽ ഞാൻ നേരെ താഴത്തേക്ക് എത്തും. കണ്ടോ, ഇതെല്ലാം എലിയുടെ പണികളാണ്. ഓക്കെ ഭയേ, ഈ വയറിന്റെ എൻഡ് എവിടുന്നാന്നുള്ളത് നോക്കണം. ഊബറിലേക്ക് വയർ ഏതിനായിരുന്നു? അതല്ലേ കണക്റ്റിങ്, അതല്ലേ ഫുൾ വയർ. ഇതൊക്കെ എവിടെ ആ വയർ? ആ വയർ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുക. അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് സെല്ലോ ടേപ്പ് അടിച്ചുവിടുക. അപ്പോൾ പിന്നെ പ്രശ്നമല്ല, പിന്നെ കറണ്ട് ലീക്ക് ആവില്ല. അല്ലെങ്കിൽ ഉമ്മ കമ്പിമ്മ പിടിച്ചാൽ ഫുള്ള് ഷോക്കാവും. അതോ, എന്നിട്ട് ഈ ഒരു ഭാഗം നമുക്ക് ഈ റൂമിക്ക് ലൈറ്റ് ഉണ്ടാവില്ല. അത് നമുക്ക് ഉള്ളിൽ നിന്നൊരു വയറിട്ടിട്ട് ഹോൾഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ നിങ്ങൾക്ക് വയറ് വേണോ, ലൈറ്റ് വേണോ, ജീവൻ വേണോ? ഏതിലേക്ക്? ലൈറ്റ് ഒക്കെ ഇതിന്റെ ഉള്ളിലുള്ളത്. എല്ലാ ലൈറ്റും ഈ സീലിംഗുമേനുള്ളത്. സീലിംഗ് പൊളിച്ചു കഴിഞ്ഞാല് ഒന്നും കിട്ടൂല. കത്തിയായിരുന്നോ? നോക്കാം. അതിന്റെ ഹോൾഡറിന്റെ സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടുകാരനെ വിളിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ആരും എന്താക്കരുത്, ഓടിട്ട വീട്ടില് ഇതുപോലെ ജിസം ചെയ്യരുത്. അത് നിങ്ങൾക്ക് പണിയാവും. നമ്മുടെ അനുഭവമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ തന്നെ പേടിച്ചുങ്ങാണ്ട്, കാണാനൊക്കെ നല്ല വൃത്തി ഉണ്ടാവും, പക്ഷെ പേടിച്ചുങ്ങാണ്ട് നമുക്ക് കിടക്കണം കേട്ടോ. കാരണം എപ്പോഴും എലി ചാടിയിട്ടും ഇതായിട്ടും അവരെ കുറ്റമായിട്ട് കാര്യമില്ല. എനിക്ക് ഇത്രയും നല്ല സ്പേസ് കിട്ടിയെടുക്കല്ലേ. ഇനി ഇത് പൊളിച്ച് കഴിഞ്ഞാൽ എത്ര എലിക്കുട്ടികളെ കിട്ടുന്നുള്ളത് നമുക്ക് എണ്ണിയൊക്കെ തന്നെ വേണ്ടി വരും. ഇതിന് പൊളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റു റൂമുകളെ മാതിരി ഇതാണോ വൃത്തിയിൽ കിടക്കും. എന്നാൽ നമുക്ക് ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും അടിച്ചോരാനും തുടക്കാനും ഒക്കെ നമുക്ക് പറ്റും. ഇതെന്താ വെച്ചാൽ ഈ ഒരു ഭാഗം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കോണി അയലക്കത്തു നിന്ന് വാങ്ങിക്കൊണ്ടുവരണം. അവിടെ മിക്സിയൊക്കെ ഉണ്ടായിട്ട് നമുക്ക് എന്തുണ്ടാക്കുക ഇവിടെ നാടൻ കോഴി ഉണ്ട്. അപ്പം അതിൻ്റെ മുട്ട എനിക്ക് പൊരിച്ചിടാൻ വേണ്ടിയിട്ട് ജൈവം ഇതൊക്കെ കൂട്ടുണ്ട്. ഒരു സൗണ്ട് കേട്ടപ്പോൾ ഞാൻ മുകളിലോട്ട് പോയതാണ്. ഫാന് പോയി. ഫാന് ഫസ്റ്റ് അയക്കണമായിരുന്നു. ഗൈസ് വരെ മൊത്തം പൊളിഞ്ഞു ഗൈസ്, ഫുള്ള് പൊടിയായി. ഫുൾ പോയോ? ഇത് പണി ചെയ്തോ? ഈ സൈഡിലുള്ള ഈ സാധനങ്ങളൊക്കെ എടുത്തോ കേട്ടോ. അതിൽ തുറക്കി എന്താ ഉണ്ടായി നമുക്ക് നോക്കാം. എലിയാണോ പാമ്പോളൊക്കെ ഉണ്ടോ നോക്കി മാറി. പിടിക്കും ആ ഫാന് മെല്ലെടുക്കട്ടെ. ചൂടൊക്കെ ചെയ്യും. ചൂടൊക്കെ ചെയ്യും. ഞാൻ ആദ്യം നേരെ കണ്ടേ വരൂ. ഗൈസ് ഒരു ഫാന് പോയെങ്കിൽ എന്താ ഉമ്മ നല്ല എന്താണ് കുരുമുളക് ഇട്ടിട്ട് എന്ത് കൊടുത്ത് നിൽക്കണം, കോഴിമുട്ടയും ചായയും കൊടുത്ത് നിൽക്കണം. അപ്പോൾ ബായിക്ക് നമ്മൾ ഇഡലി ചമ്മന്തിയും കൊടുത്തു കേട്ടോ. അത് കുരുമുളകൊക്കെ ഇട്ടിട്ട്
കേടന്നിട്ടൊന്നുമില്ല. എന്ത് ഫാനൊന്നും നെളുങ്ങിയിട്ടുള്ളൂ. നേരാക്കാം. അന്ന് കൊണ്ടുപോയിട്ട് നേരാക്കിയാൽ മതി. പറ്റ വിട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ ഫാന് ഊരി അല്ലെങ്കിൽ അവിടേക്ക് എത്തൂലെന്ന് വിചാരിച്ചു. ആദ്യം പോയി അടിച്ചത് കൊടുക്കാം. മക്കളെ ഒരുവിധം നമ്മുടെ വീടിന്റെ ഉള്ളിലത്തെ പൊളികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, അതിന്റെ സാധനങ്ങളൊക്കെ നമ്മളെ കൂട്ടിക്കുന്ന കുറെ സാധനങ്ങൾ ഇതാ ഇവിടെ ഇങ്ങനെ വലിച്ച് കൂട്ടുന്നുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ടൈമില് നമ്മൾ ആശിച്ച് ആഗ്രഹിച്ച് സ്വപ്നം കണ്ടിട്ട് പണിതെടുത്ത റൂമാണ്. പൊളിക്കുമ്പോൾ സങ്കടമൊക്കെ ഉണ്ട്. പക്ഷെ പൊളിക്കേണ്ട സിറ്റുവേഷൻ ആവുകൊണ്ടാട്ടോ പൊളിക്കണം. അല്ലാതെ നമ്മളിപ്പോൾ പുതിയ പെര വെച്ചു പഴയത് പൊളിക്കുക എന്നുള്ളത് കൊണ്ടല്ല. കാരണം നമ്മുടെ സേഫ്റ്റിയും പാടെ നോക്കണം. അന്ന് പിന്നെ ആഗ്രഹങ്ങൾ കൂടുതലായിരുന്നു. ഒരു റൂം എങ്ങനെയെങ്കിലൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്തു. കുറേ കാലം ഈ റൂമിൽ നമ്മൾ താമസിച്ചു. ഇനിയിപ്പോൾ അത് പൊളിക്കാനുള്ള കാരണം ഞാൻ 2-3 വട്ടം പാമ്പും അതുപോലെ എലികളുടെ ശല്യവും പിന്നെ അത് നമുക്ക് ഉറക്കമൊന്നും കറക്റ്റ് ആവാതെ, അതായത് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഓടുമ്പോൾ ഒരു പേടിയും, പിന്നെ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഉമ്മ ഇങ്ങോട്ട് വരലുള്ളത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പാമ്പോ ചേരയോ കയറി കൂടി നമ്മൾ അറിയൂല. പിന്നെ ഉമ്മാൻ്റെ സേഫ്റ്റിയും പാടൊക്കെ ഒന്ന് നോക്കുകയാണ്. അതുകൊണ്ടാണ് അത് പൊളിച്ചിട്ടുണ്ട്. പൊളിക്കാൻ ഇടങ്ങാറൊക്കെ ഉണ്ട്. കാരണം അത്രയും പൈസ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തതാണ്. എന്തായാലും ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞില്ലേ, ഓടുള്ള വീട്ടിൽ ഒരിക്കലും ഇതുപോലെ ജിപ്സം ബോർഡ് ചെയ്യരുത്. പിന്നീട് എലികളുടെ ശല്യം വരികയാണെന്നുണ്ടെങ്കിൽ പണിയാവും. അല്ല നോർമലി വാർപ്പ് വീടിനാണെങ്കിൽ പ്രശ്നമല്ല, എലികളൊന്നും കയറില്ല കേട്ടോ. എന്നാൽ നമ്മുടെ പുതിയ പേരിൽ ജിപ്സും കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഒന്നുമൊന്ന് നമ്മൾ പഠിച്ചു. ജിപ്സത്തിന് കുറ്റം പറയുകയൊന്നുമല്ല, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ പറയാം, നമ്മൾ ഷെയർ ചെയ്യാണ് കേട്ടോ. എന്ത് നാശാക്ക് എന്നാ ഇത് വെക്കണോ? അതേമാതിരി എന്റെ സ്വഭാവം ഇതുണ്ടാക്കണം പറഞ്ഞു. ഞാൻ ഉണ്ടാക്കി. ഇപ്പച്ച് പൊളിച്ചണം പറഞ്ഞു. ഞാൻ പൊളിച്ചിട്ട് എനിക്ക് കാര്യൊന്നുമില്ലേ. നിങ്ങൾ ഇങ്ങോട്ട് വരുകൊണ്ടാണ് ഞാൻ പൊളിക്കണേ. ഞാൻ ഒരു സത്യം പറയട്ടെ. മിഞ്ഞാന്ന് ഞാൻ വന്നു. എന്നിട്ട് വരവരാന്ന് നോക്കുക. അപ്പൊ ഒരു എലിനെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഒരാള്. പാമ്പോ? അതാണ് പിന്നെ ഞാൻ പൊളിച്ചാൻ സമ്മതിച്ചത്. എനിക്ക് അതിന്റെ ഉള്ളിൽ കിടക്കുമ്പോ തണുപ്പാണ്. ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. പറഞ്ഞ ഞാൻ വരാൻ അയക്കൂല വെച്ചിട്ട് ചേരയൊക്കെ ആൺചേരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണിയാവും. പിന്നെ ഇവിടെ ഇട്ട് കുഴിച്ചിട്ടുണ്ട്. ഞാൻ ഇതില്ലേ എന്താ പ്ലാവിന്റെ ആ ഉണങ്ങിയ ഇല അനുസരിച്ചിട്ട് ഒന്നും കൂടി എടുത്ത് പോയി നോക്കുമ്പോ പിന്നെ അതന്നെ മുളുങ്ങിയിട്ട് നാവോട്ട് ഇങ്ങനെ കാട്ടുക. ഞാൻ വേഗം ഓടി വന്നിട്ട് അന്ന് ഞാൻ നേരത്തെ വന്ന് കൂടിയിട്ട് ഇവിടെ ആരും പറഞ്ഞില്ല. അപ്പൊ ഇതിന്റെ ഉള്ളതേ അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ തല കീപ്പിട്ട് അന്ന് ഇതിങ്ങനെ കടക്കുമ്പോ അതും ഇങ്ങനെ പാസ് ചെയ്തില്ല. അതേമാതിരി ഞാൻ അതിന്റെ ഉള്ളിലും കടക്കലില്ലല്ലോ. ഞാൻ ഇത് ഇവിടെ വന്നിട്ട് പിന്നെ വില കഴിക്കിട്ട് പിന്നെ കടന്നിട്ടില്ല. സംഭവിച്ചു. അപ്പൊ ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പണിയാണ് ഗൈസ്. എന്തായാലും നമ്മുടെ റൂമിന്റെ പൊളിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു നനച്ചുള്ളിപ്പണി ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് കുട്ടിനെ സിനുവിനൊക്കെ കൊണ്ടുവരാം. ഞാനിങ്ങനെ ഒരു പൊടി ബാറിൽ നിൽക്കട്ടെ വെച്ചിട്ടായിരുന്നു. ഉണ്ടോ, ഇതാണ് ഇപ്പൊ റൂമിന്റെ അവസ്ഥ. കണ്ടോ, മൊത്തം പൊളിച്ച് തേച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ ആർക്ക് തേക്കണേ? പാമ്പിന് പണി ഇനി അല്ല. എലികളെ ശല്യമല്ല. നമ്മൾ ഇത്ര കാലം അത് പൊളിക്കാൻ നമ്മൾ AC ആ റൂമിലുള്ളതുകൊണ്ടാണ് കേട്ടോ. AC ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാധിച്ചിട്ട് കിടക്കാനും പറ്റൂലല്ലോ. അടയ്ക്കണല്ലോ. നോക്കിക്കോളി, ബ്ലേഡ് പോലെ ഉണ്ടാവും. കൈ നോക്കിക്കോളി. അങ്ങോട്ട് ചാരി വെക്കണ്ട, അപ്പൊ വെയില് പോവും. കടത്തി വെച്ചോ. ഉമ്മാക്ക് ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക. അതൊക്കെ അലുമിനിയാണ് അറിയില്ല. കണ്ടോ, ഈ ഒരു വർത്താനം പറച്ചിലൊന്നും അവിടെ കിട്ടാത്തതുകൊണ്ടാണ് അവിടെ നിന്നിട്ട് ഇങ്ങനെ വർത്താനം പറയുന്നുണ്ട്. അയലക്കത്തെ താത്താനോട് ഒന്നും ഇങ്ങനെ സൊറ പറയാണ്. എവിടെ എലിയേ? ഒക്കെ കിച്ചണിൽ പോയിട്ടുണ്ട് എലിയൊക്കെ. അത് ഞങ്ങൾ അടുക്കളയിലേക്ക് കുഴപ്പമില്ലെന്ന് എലിക്കൂട്ടാനേക്കാം. കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ ഇതാ കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ കൊണ്ട് ഒക്കെ ഫ്രിഡ്ജിൻ്റെ കൂടെ പോയിക്കണേ. 2 ഇനി വാതിലടച്ചിട്ട് എന്താ എന്റെ ചോട്ടുണ്ട് കടിക്കോ വീട്ട
ഇതാ അവിടെ പോയി ഇതൊക്കെ ആവശ്യമില്ലാത്ത അത് ഇതുള്ള കുടുക്കുകളൊക്കെ കയറ്റി വെച്ചത് കഴുകി ആവശ്യമില്ലാത്ത അടുപ്പ് വൃത്തിയിൽ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ അവിടുന്ന് മാറ്റത് എന്താ എടുക്കോ ആ എന്തിനാ അതിന്റെ മുകളിൽ അത് വെക്കാനുള്ള ഇവിടെ സ്ഥലം തുറക്കുമ്പോ അങ്ങോട്ട് കയറ്റി വെച്ചതാണ്. ഇനിയിപ്പോ അവിടെ ഒന്നുമില്ല, ഒക്കെ നേരെ എത്തിയതാണ്. ഇനിയിപ്പോ അതൊക്കെ ഇനി തനിച്ചുള്ളി പണി നിൽക്കുമ്പോ അതൊക്കെ ഒഴിവാക്കി കുറെ ഒഴിവാക്കാണ്ട്. ഗൈസ് ഫൈനലി നമ്മുടെ എല്ലാം പൊളിച്ചു. ഇത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പണ്ട് നമ്മള് ഇത് മായ സമയത്ത് ഇവിടെ നിന്ന് തേക്കാൻ വിട്ടുപോയി. പിന്നെ തേക്കേണ്ട ആവശ്യമില്ലല്ലോ വെച്ചിട്ട് അങ്ങനെ വിട്ടതാണ്. അപ്പൊ അവിടെ എൽ ഷേപ്പ് മാത്രം. പക്ഷെ റൂം ഫുള്ള് വൃത്തിയായി സെറ്റായി, എല്ലാം പൊളിച്ച്. ഇനി പാമ്പിനെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് നനച്ചുള്ളി പണി മാത്രം എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ ബായി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നനച്ചുള്ളിപ്പണിയും കാര്യങ്ങളൊക്കെ സിനിമയും കുട്ടിയൊക്കെ വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഇവർക്ക് എല്ലാവർക്കും ബൈ.